എന്റെ പേര് നെവിൻ കപ്രീഷ്യസ് അംബ്രോസ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അഭിഷേക്, ഐ ആം യുവർ ബിഗ് ഫാൻ. ഈ ഫാൻസിന്റെ ഒരു കാര്യം. അഭിഷേക് ആ ഷോയിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റ ഷോ ഞാൻ കണ്ടിട്ടില്ല. അത്രയും വേണോ സാർ? വേണം. അങ്ങോട്ട് സത്യമായിരുന്നോ അത്? അല്ല, ഓ നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. ഞാനൊന്ന് ഇട്ട് നോക്കിയതാ. പക്ഷെ അഭിഷേകിനെ അറിയോ അത്? ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അഭിഷേക് പാവം എന്റെ ഈ മധുരമായിട്ടുള്ള ആ വാക്കുകളിൽ അങ്ങോട്ടേക്ക് അലിഞ്ഞു പോയി. എനിക്കും അഭിഷേകിന്റെ ഇടയിൽ ഒരു പ്രത്യേക തരം ഒരു ബോണ്ടിങ് ഉണ്ട്. ആണോ? ഭയങ്കര. പലരും അതിനെ വേറെ രീതിയിലൊക്കെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സ്വാഭാവികം. കൊതുകിനുമില്ലേ ക്രിമികടി. ഞാൻ ഇപ്പം എന്റെ ആത്മീയതയിലേക്ക് ഞാൻ ഇങ്ങനെ എത്തി. എന്റെ ജീവിതം ഇയാൾക്ക് എന്താണ് വയ്യേ? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എന്റെ ക്രിസ്തു മറ്റേ വീഞ്ഞുണ്ടാക്കി. നിങ്ങളുടെ കൃഷ്ണൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നു. മാനസിക നില ഇപ്പോഴും ശരിയായിട്ടില്ല. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? സമയമില്ലാത്തത് കൊണ്ട് വീഞ്ഞുണ്ടാക്കി. ചിലപ്പോ കുറച്ചുകൂടി സമയം കൊടുത്തിരുന്ന വെച്ചെങ്കിൽ മേ ബി കുറച്ചുകൂടിയിട്ട് കൂടിയ ബ്രാൻഡ് ഉണ്ടാക്കിയേനെ. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. എല്ലാവരും ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഫുഡിയോ എന്നെന്താ കറി. 2024 ഒരു ഗുഡ് മോർണിംഗ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ആ ഗുഡ് നൈറ്റ് കൊടുത്തത്. ഒരു മാറ്റവും ഇല്ലല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കേസ് വല്ല ഇന്റർവ്യൂലൊക്കെ ക്ലിയർ അടിക്കുന്നു സാർ, കണ്ണട പറ്റുള്ളൂ എന്ന് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രെയിമിൽ ഗ്ലാസ്സില്ലാത്ത കണ്ണട എടുത്ത് വെക്കും. അയ്യന്റെ മോനെ. അപ്പൊ എന്ത് ചെയ്യും? പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പ് മാറും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവനെ തന്നെ ഞാൻ ഡ്രസ്സ് ഊരും, ഉടുപ്പിക്കും, ഊരും. വൃത്തികെട്ടവൻ ശവം തന്നെ സ്റ്റൈൽ. കാരണം വേറെ ആരും നമുക്ക് നിന്ന് തരത്തില്ലല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. നീ എന്തൊക്കെയാണ് ഈ പറയണേ? എനിക്ക് ഷാരൂഖ് ഖാനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. അത് ഇപ്പം കാർഡ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ തന്നെ പറയാം, ഇല്ല. കാർഡിയോർ മസാല കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ചേച്ചി വേറെ മൂടില്ല. ആടിയോർ മസാല. ഓക്കെ, മനസ്സിലായല്ലോ. അതിട്ടിട്ടുണ്ടെങ്കിൽ മേ ബി ഷാരൂഖ് ഖാൻ. അതിന്റെ ആവശ്യമില്ല. ഇവളാള് കൊള്ളാമല്ലോ. സാർ ഇടാൻ പറ്റത്തില്ല, സ്പൈസ് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പം ആഗ്രഹം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കാം. താനൊന്ന് മുറിക്ക് പുറത്തു പോയേ. അയ്യോ എന്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാ.